ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ലൈറ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആണ്. ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ടൊരു ഫോട്ടോ വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ ടൂൾസും ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്നുള്ളൂ, വളരെ ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ആദ്യം എടുക്കണം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോയുടെ ബേസിക് ലൈറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ അത്യാവശ്യം ഡാർക്ക് ആണെങ്കിൽ അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്നുമില്ല, ഇതിൽ ആദ്യം നിങ്ങൾ എക്സ്പോഷർ ഒന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഫോട്ടോ ലൈറ്റ് നല്ല രീതിയിൽ നിങ്ങൾ ബ്രൈറ്റായിട്ട്, ലൈറ്റ് കുറവുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി കൊടുത്താൽ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും നിങ്ങളുടെ ഫോട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ ഞാനിപ്പം ഇതിലൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ ഫോട്ടോ ഇച്ചിരി ഡള്ളായിരുന്നു, ഇച്ചിരി ബ്രൈറ്റ്നെസ് കുറവായിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഞാനൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കോൺട്രാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ കോൺട്രാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതിൻ്റെ ആ ഓപ്ഷൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കി നിൽക്കും കാണാൻ പറ്റും. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഫോട്ടോയിൽ മാറ്റം കൊണ്ടിരുന്നുള്ളത്. അപ്പോൾ ഈ കോൺട്രാസ്റ്റ് നിങ്ങളുടെ ഫോട്ടോയുടെ മൊത്തം കളറും ഒന്ന് ഇത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല പഞ്ചി ആയിട്ടുള്ള കളറായിരിക്കും കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഇത്ര മതി. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സ് ഇതുപോലെ നിങ്ങൾ കൂട്ടി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളുടെ ഫോട്ടോയിൽ മൊത്തത്തിലുള്ള ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കളറൊക്കെ ബൂസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഹൈലൈറ്റ്സ് കൂട്ടേണ്ട കാര്യമില്ല. അത് കൂടുതലൊന്ന് കുറച്ച് വെച്ചേക്കുക, -100 ഇട്ടേക്കുക. അതിനുശേഷം ഷാഡോയിലേക്ക് വരിക. ഷാഡോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയിൽ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് മാറ്റി ഒരു വൈറ്റിഷ് ടോൺ കൊടുക്കും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പറയും ഒരു ഫോട്ടോ മൊത്തത്തിൽ ഡാർക്കാവും. അപ്പോൾ നമ്മളത് ഒന്ന് കൂട്ടി കൊടുത്തേക്കുക, കാരണം നമുക്കധികം ഡാർക്കൊന്നും വേണ്ട. നമ്മൾ അവസാനം എക്സ്പോഷർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഡാർക്ക് ഫുള്ള് സെറ്റാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് വൈറ്റ്സ്, ബ്ലാക്ക് അങ്ങനെ 2 ഓപ്ഷൻസാണ്. അപ്പോൾ വൈറ്റ്സ് എന്നുള്ളത് ഇതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ആണ്. നമ്മുടെ ഫോട്ടോ അത് കൂട്ടും തോറും ബ്രൈറ്റ് ആവും, കുറയ്ക്കും തോറും കുറച്ച് ഡള്ളായിട്ട് പോകും. അപ്പോൾ നമുക്ക് അത് കുറച്ചേക്കാം കാരണം നമ്മുടെ കളറെല്ലാം നല്ല രീതിയിൽ പോപ്പപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ്സ് നമ്മൾ നല്ല രീതിയിൽ കുറച്ചൊന്നും കരുതി കുഴപ്പമൊന്നുമില്ല. ഇനി കളർ ഗ്രേഡിങ് ഒക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക്സും ഇതുപോലെ തന്നെ നമ്മളെ ഫോട്ടോയിലുള്ള ബ്ലാക്കിഷ് നല്ല ഒരു ഡെപ്തുള്ള ബ്ലാക്ക് കളേഴ്സൊക്കെ അതൊന്ന് കുറയ്ക്കുന്നതിലൂടെ നല്ല രീതിയിൽ ഡാർക്കാവും. ഓക്കെ, അതൊന്നും കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ലൈറ്റ്സിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് കളറിലേക്കാണ്, കളർ ഗ്രേഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കളറിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ടെമ്പറേച്ചർ, ടിൻറ്റ്, വൈബ്രൻറ്റ്, സാച്ചുറേഷൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ, ടിൻറ്റ് അതുപോലുള്ള സാധനം, ഈ 2 സാധനങ്ങളും നമ്മൾ ഒരുപാട് മാറ്റം വരുത്തിയ കളർ മൊത്തത്തിൽ മാറും നമ്മുടെ ഫോട്ടോയുടെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടെമ്പറേച്ചർ എന്നുള്ളതോ ടിൻറ്റ് എന്നുള്ളതോ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയുടെ കളർ തന്നെ മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ അങ്ങോട്ടും മാറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂട്ടുന്നുണ്ട്. നമുക്കൊരു വാമായിട്ടുള്ള കളറാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഒരു യെല്ലോയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ യെല്ലോ വരണം. ഓക്കെ, അതുപോലെ ടിൻറ്റും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മാത്രമേ കുറയ്ക്കുള്ളൂ. ഒരുപാട് കുറച്ച് കഴിഞ്ഞാലോ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് കുറച്ച് ഞാനൊന്ന് ടിൻറ്റ് കൂട്ടി കൊടുക്കുന്നുള്ളൂ. പിന്നെ വൈബ്രൻസ് ആൻഡ് സാച്ചുറേഷൻ 2 ഓപ്ഷൻ. ഇത് രണ്ടും നമ്മുടെ ഫോട്ടോയുടെ കളറിൻ്റെ പഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വൈബ്രൻസ് കുറച്ച് നമ്മുടെ ഫുൾ കളർ ഡള്ളായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോകും. അപ്പം നമുക്ക് വൈബ്രൻസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാച്ചുറേഷനും കുറച്ചൊന്ന് കൂട്ടണം. സാച്ചുറേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയുടെ കളേഴ്സ് എല്ലാം നല്ലൊരു പഞ്ചിയായിട്ട് മാറും. അപ്പോൾ സാച്ചുറേഷൻ നിങ്ങളിവിടെ കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും, കൂട്ടിക്കഴിഞ്ഞാൽ നല്ല കളർഫുള്ളാവും. അപ്പോൾ നമുക്കതൊന്ന് നമ്മുടെ ഫോട്ടോയ്ക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കളർ മിക്സ് ചെയ്യണം. കളർ മിക്സ് ചെയ്യാൻ മുകളിൽ ഓപ്ഷൻ ഉണ്ട്, മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ഇല്ല, അവിടെയാണ് നമ്മുടെ മുഴുവൻ എഡിറ്റിങ്ങും. ഇനി ഉള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതായാലും നമ്മുടെ സ്കിൻ കളർ ആയാലും എല്ലാം മാറ്റുന്നതിന് ഈ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 കളർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റെഡും ഒരു ഓറഞ്ചും. അപ്പം അതാണ് നമ്മുടെ ഫേസിൻ്റെയൊക്കെ കളറ് നമ്മൾ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആരുടെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ അതിൻ്റെ ഫേസിൻ്റെ കളറൊന്ന് മാറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം കളറൊന്ന് ബൂസ്റ്റ് ചെയ്യാനുമൊക്കെ നമ്മൾ ഈ 2 കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കളർ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് അങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആ സെലക്റ്റഡ് കളർ. അപ്പോൾ അത് റെഡ് ആണെങ്കിൽ റെഡ്,
ആ ഫോട്ടോയിൽ എവിടെയൊക്കെ റെഡ് ഉണ്ടോ അത് മാത്രമായിരിക്കും മാറുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഹ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ അധികം റെഡിഷ് കളറായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ആ മുഖത്ത് ആ ചുണ്ടിൻ്റെ ഭാഗത്ത് കുറച്ച് മാറുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സാച്ചുറേഷനും കുറച്ച് കഴിഞ്ഞാൽ റെഡ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നല്ല രീതിയിൽ ഗ്രേ ആവും, അല്ലെങ്കിൽ ആ കളറ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറും, ആ ഒരു കളർ മാത്രം. ഓക്കെ, സാച്ചുറേഷൻ കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലൂമിനൻസ് ആ കളറിൻ്റെ ബ്രൈറ്റ്നെസ് ആണെന്ന് വെച്ചാൽ ആ കളർ എത്രത്തോളം ബ്രൈറ്റ് ആവണം എന്നുള്ളതാണ് ലൂമിനൻസ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ലൂമിനൻസ് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ റെഡിഷ് ആയിട്ടുള്ള കളർ എവിടെ ഉണ്ടോ അതെല്ലാം ഒന്ന് ബൂസ്റ്റ് ആവും, എന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്ന് ബ്രൈറ്റ് ആയിട്ട് വരും. കുറച്ച് കഴിഞ്ഞാൽ ഡള്ളായി പോയിക്കോളും, ഒന്ന് ഒരുമാതിരി ഇരുണ്ട പോലെ ആയി പോകും. അപ്പോൾ ഇതുപോലെയാണ് എല്ലാം. ഇതുപോലെ നമ്മളിപ്പോൾ ആദ്യത്തെ 6 കളർ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റുള്ള 2 കളറ് നമുക്കധികം യൂസ് വരുന്നതല്ല. സെക്കൻഡ് കളർ നിങ്ങൾ മാറ്റുമ്പോൾ കാണാൻ പറ്റും, കണ്ടില്ലേ, ഫേസ് ആ ഓറഞ്ച് കളർ സെലക്ട് ചെയ്തപ്പോൾ തന്നെ അത് ഹ്യൂ മാറ്റുമ്പോൾ തന്നെ ഫേസിൻ്റെ കളർ എത്രത്തോളം മാറുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളത് ഒരുപാടൊന്നും മാറ്റരുത്. നാച്ചുറൽ ഒരു ഹ്യൂമൻ കളർ പോലെ തന്നെ നിർത്താൻ ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഫുള്ള് നമ്മുടെ ഫേസ് ഫുള്ള് അങ്ങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകും. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് ഇത്ര രീതി നിങ്ങളും കൂട്ടി നോക്കുമ്പോൾ പറയുന്നത് നമ്മുടെ ഫേസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒത്തിരി അങ്ങ് ബ്രൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഒത്തിരി ഞാൻ കളറായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഫേസിൻ്റെ കളർ കുറച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടില്ല, എന്നാലും ഒരു ശകലം കുറച്ചാണ്. ഞാൻ 25 ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. അതുപോലെ ലൂമിനൻസ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്തേക്കുക, അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിക്കോളും. ഇപ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞെന്ന് കരുതി കളർ ഡള്ളായെങ്കിലും ലൂമിനൻസ് ഒന്ന് കൂട്ടുമ്പോൾ നിങ്ങളുടെ കളർ നല്ല രീതിയിൽ ബ്രൈറ്റായിട്ട് പോപ്പപ്പ് ആയി നിന്നോളും നിങ്ങളുടെ ഫേസ് ആയാലും. അതുപോലെ തന്നെ ഇനി യെല്ലോയിലേക്ക് വന്നതാണ് മെയിൻ പരിപാടി. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മുടെ ഫോട്ടോ കണ്ടാൽ അറിയാം ഫുള്ളൊരു യെല്ലോയിഷ് ടോണാണ്. അപ്പോൾ അതിൻ്റെ ഹ്യൂ മാറ്റുമ്പോഴേ കാണാൻ പറ്റും, കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ മാറുകയാണ് ചെയ്യുന്നത്, കളർ മൊത്തത്തിൽ. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സാച്ചുറേഷനും ഒന്ന് കുറച്ച് കൊടുക്കുക, അപ്പോൾ കാണാം ഒരു ഗ്രേ കളറായിട്ടുണ്ട്, അപ്പോൾ നല്ല അടിപൊളി ഒരു കളറായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലൂമിനൻസ് നമുക്ക് അതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴേ അറിയാം നമുക്ക് എത്ര സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇച്ചിരി കുറച്ച് കൊടുത്താൽ നല്ല രീതിയിൽ ബ്ലാക്കിഷ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇരുണ്ട ഒരു മൂടിയായിട്ടുള്ള കളറാണ് വേണ്ടത്, അപ്പോൾ നമ്മളൊന്ന് ഇരുട്ടാക്കി കൊടുക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഗ്രീനും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഹ്യൂ വേണമെങ്കിൽ ഗ്രീന് മാറ്റുമ്പോൾ ഗ്രീൻ വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഗ്രീൻ ഇല്ല, ഒരു ഗ്രേ കളറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടിയാലും കുറച്ചാലും അധികം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, വലിയ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സാച്ചുറേഷനും കുറച്ച് കൊടുത്തേക്കുക, നല്ല രീതിയിൽ ഗ്രേ ആവുള്ളൂ. ഓക്കെ, സാച്ചുറേഷനും കുറച്ചിട്ട് ലൂമിനൻസും നിങ്ങളുടെ ഫോട്ടോയുടെ അനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഇപ്പോൾ എൻ്റെ ഫോട്ടോയിൽ കളർ വ്യത്യസ്തമായിരിക്കും, നിങ്ങളുടെ ഫോട്ടോയുടെ കളർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ലൂമിനൻസിൽ വ്യത്യാസം വരുത്തുക. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള കളർ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയിൽ എന്തെങ്കിലും മാറ്റം വരുന്നത്, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോട്ടോ എല്ലാം നമ്മൾ കളേഴ്സ് എല്ലാം നമ്മൾ മ്യൂട്ടഡ് ആക്കി കഴിഞ്ഞു, എന്ന് വെച്ചാൽ നമ്മൾ സാച്ചുറേഷൻ എല്ലാം കുറച്ചുകൊണ്ട് തന്നെ ഗ്രേ ആണ്. അതുകൊണ്ട് ലൂമിനൻസ് കൂട്ടുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരില്ല, കുറച്ച് ബ്രൈറ്റ്നസ് കൂടും. ഞാനിപ്പോൾ കൂട്ടുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുന്നുണ്ട്, കാരണം നമ്മളിനി ചെയ്യുന്ന എഡിറ്റ് കുറച്ച് ഡള്ളായിട്ടുള്ള ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ ഇടുന്നുണ്ട്, ഫിൽറ്റേഴ്സൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആക്കി വെച്ചേക്കാം ബാക്ക്ഗ്രൗണ്ട്, അതിന് ലൂമിനൻസ് കൂട്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ബ്ലൂ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പം നിങ്ങളുടെ ഫോട്ടോയിൽ ചിലപ്പോൾ സ്കൈ ഒക്കെ ഉണ്ടാവും, ഇവിടെ ഇപ്പോൾ സ്കൈയോ അങ്ങനെ ഡ്രസ്സ് ബ്ലൂവോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡ്രസ്സ് ബ്ലൂ കളർ വല്ലതും ആണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഹ്യൂ ഒക്കെ മാറ്റുവാണെങ്കിൽ ആ ബ്ലൂ മൊത്തത്തിൽ മാറും. അതുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് മാത്രം അതിന് മാറ്റം വരുത്തിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കളർ ബ്ലൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഫുള്ളൊന്ന് ഹ്യൂ ഒന്ന് കൂട്ടിയ ശേഷം സാച്ചുറേഷൻ കുറച്ച് കൊടുക്കുകയാണ്. ഹ്യൂ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സാച്ചുറേഷൻ കുറച്ചാൽ മതി, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഗ്രേ ആയിക്കോളും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കളറിന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്നാലും ചുമ്മാ ആ സാച്ചുറേഷൻ ഒന്ന് കുറച്ചിടുകയാണ്, ലൂമിനൻസും ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്, കാരണം നല്ല രീതിയിലൊന്ന് ഗ്രേ ആയി വരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ താഴെ എഫക്ട്സിലേക്ക് പോകാം. അപ്പോൾ എഫക്ട്സ് വന്ന ശേഷം അവിടെ ടെക്സ്ചർ, ക്ലാരിറ്റി, ഡിഹേസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വിജിനിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെക്സ്ചർ ഒന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോട്ടോയുടെ പിക്സൽസ് ഒരുപാട് അങ്ങ് കൂടും, എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഒരുമാതിരി ഒരു കാർട്ടൂണി കളറായി മാറും. അങ്ങനെ അധികം കൂട്ടായിരിക്കുന്നതാണ് നല്ലത്. ടെക്സ്ചർ കൂട്ടേണ്ട കാര്യമില്ല, അത് കൂട്ടുമ്പോഴേ നമ്മുടെ ഫോട്ടോ ഒരുമാതിരി ഒരു ഉടഞ്ഞ രീതിയിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞില്ല, ഞാനിപ്പോൾ അതുകൊണ്ട് അത് കൂട്ടുന്നില്ല. അതിനുശേഷം നേരെ ക്ലാരിറ്റിയിലേക്ക് വരിക, ക്ലാരിറ്റി ഒന്ന് കൂട്ടി നോക്കുക.
ക്ലാരിറ്റി കൂട്ടുമ്പോൾ നിങ്ങൾ ഓവറോൾ ഫോട്ടോയുടെ ക്ലാരിറ്റിയും ഓവറോൾ കളറും അതെല്ലാം ഒന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് ഡാർക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ക്ലാരിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ആയിട്ട് ശകലം ക്ലാരിറ്റി കൂട്ടുന്നുണ്ട്. ഓക്കെ, ക്ലാരിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള 2 ഓപ്ഷൻ ഡിഹേസ്, വിജിനിറ്റി, അങ്ങനെ 2 ഓപ്ഷൻസാണ്. അപ്പം ഡിഹേസ് എന്നുള്ളത് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് നിങ്ങളുടെ ഫോട്ടോയെ ഒരുപാട് അങ്ങ് മൂടിയാക്കി കളയും. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വൈറ്റ് ഇഷ്യൂ ആക്കി കളയും. അപ്പോൾ അത് നമുക്ക് ഫോട്ടോ ഒരുപാട് നിങ്ങൾക്ക് ബ്രൈറ്റ് ആണെങ്കിൽ മാത്രം അതൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നേരെ 0-ൽ തന്നെ വെച്ചിരിക്കുക. ഓക്കെ, അപ്പം വിജിനിറ്റി എന്നുള്ളത് നിങ്ങളുടെ ഫോട്ടോയിലെ എഡ്ജസിന് കുറച്ച് നിങ്ങളൊന്ന് ഡള്ളാക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചൊരു ബ്ലാക്ക് കൊടുക്കുകയാണ്. അത് നിങ്ങളൊന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കുറച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആകും, കൂട്ടിക്കഴിഞ്ഞാൽ എഡ്ജസ് എല്ലാം ബ്ലാക്ക് ആകും. എന്ന് വെച്ചാൽ ഒരു മൂടി ഒരു ഫീൽ തരുന്ന ഒരു ഓപ്ഷനാണ് ഈ വിജിനിറ്റി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കൂട്ടി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങളുടെ സബ്ജക്റ്റ് ഫേസ് ഒഴിച്ച് ബാക്കി എല്ലായിടവും സെൻറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും ഒന്ന് ബ്ലാക്ക് ആകും. എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം ബ്ലാക്ക് അതിലേക്ക് വരും, വൈറ്റ് അതിലേക്ക് വരും. കുറയ്ക്കുന്നതിനനുസരിച്ച് ബ്ലാക്കും വരും. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, വൈറ്റ് വെച്ചാൽ ബോറാണ്. അതുപോലെ തന്നെ വിജിനിറ്റി എന്നുള്ളത് കുറച്ച് കൊടുക്കുക, ഒരു 10-15 ആ റേഞ്ചിലൊക്കെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എഡ്ജസ് നിങ്ങളുടെ ഫേസ് ഒഴികെ നിങ്ങളുടെ ഫോട്ടോയുടെ സെൻറ്റർ പാർട്ട് ഒഴികെ ബാക്കി സൈഡെല്ലാം നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് ടോൺ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ മിഡ് പോയിൻറ്റ് നിങ്ങൾ കുറച്ച് വല്ലതും വെക്കുക, ഒരു 6-7 അങ്ങനെ ആ റേഞ്ച് വെക്കുക. അത് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫേസിലേക്ക് അതിൻ്റെ ഒരു ബ്ലാക്ക് ടോൺ കയറി വരും. അപ്പോൾ ഫേസിലേക്ക് അധികം അടിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഒരു 6-7 അത്രയും ആ റേഞ്ചിലൊക്കെ വെക്കുക. ഓക്കെ, അതിനുശേഷം ഫെദർ എന്നുള്ളത് ഒരു ഓപ്ഷനുണ്ട്, അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ, അതിൽ വ്യത്യാസമൊന്നും വരുത്തണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത്ര പരിപാടിയുള്ളൂ ചെയ്യാൻ. ഇനിയുള്ള ഓപ്ഷൻസിലൊന്നും ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിലേക്കൊരു ഫിൽറ്റർ, ഒരു പ്രൊഫൈൽ ആഡ് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട് താഴെ, അവിടേക്ക് വരിക. ഞാനിവിടെ മോഡേൺ 6 എന്ന് പറഞ്ഞൊരു പ്രൊഫൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏത് വേണേലും ഇടാം. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ നല്ല മൂടിയായിട്ട് തോന്നുന്ന നല്ലൊരു കുറച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ബ്രൈറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മൂടി എഡിറ്റാണ് ഡാർക്ക് മോഡാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിലോ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മോഡേൺ 6 എന്നുള്ളതാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഡിറ്റിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് മൂടിയാക്കുന്നുണ്ട്. ഇപ്പം ബ്ലാക്ക് മോഡൊക്കെ ആണല്ലോ ട്രെൻഡിങ്. അപ്പോൾ നമ്മൾ മൂടിയാക്കുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ്സിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം തന്നെ കൂട്ടിയിട്ടിരുന്ന എക്സ്പോഷർ ഉണ്ടല്ലോ, അത് കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഫോട്ടോ നല്ല രീതിയിൽ മൂടിയായിട്ട് ഒരു ഡാർക്ക് മോഡിലേക്ക് മാറും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ എക്സ്പോഷർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഇത്രയാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.